കഥ തുമ്പിയുടെ നിറം. ചിലന്തി വലയിടുന്നത് നിർമ്മല സസൂക്ഷ്മം വീക്ഷിക്കുകയായിരുന്നു. കുഞ്ഞു ചിലന്തിയാണെങ്കിലും വലയിടാനുള്ള പ്രാഗൽഭ്യവും വ്യഗ്രതയും പെൺകുട്ടിയെ അത്ഭുതപ്പെടുത്തി. സന്ധ്യ അണയും മുമ്പ് തന്നെ വലയൊരുക്കി രാത്രിയുടെ കുറ്റാകുറ്റിരുട്ടിൽ കുഞ്ഞു ചിലന്തികൾ പതിയിരിക്കുന്നു. പുലർച്ചയുടെ ഉണർവിൽ ആഹ്ലാദിക്കുന്ന ഭാഗ്യം കെട്ട ശലഭങ്ങൾ കെണിയിൽ പെട്ടുപോകുന്നു. പുലർച്ചയിൽ ആഹ്ലാദിക്കാത്ത തുമ്പികൾ ഉണ്ടാവുമോ? അവരുടെ ഉള്ളു പിടഞ്ഞുപോയി. അവരുടെ പേര് തുമ്പി എന്നാണല്ലോ. മുടി രണ്ടായി പകുത്ത് പിന്നിവെച്ച് അതിൽ ചെമന്ന റിബൺ കെട്ടി അങ്ങനെയായ ചെന്തുമ്പി. മഞ്ഞയാണെങ്കിൽ മഞ്ഞത്തുമ്പി, പച്ചയാണെങ്കിൽ തുമ്പിയെന്ന് അവൾക്ക് പേരിട്ടത് വിക്ടർ അങ്കിളായിരുന്നു. അങ്കിൾ എക്സ് മിലിറ്ററിയാണ്. ഡാഡിയുടെ ഫാക്ടറിയിൽ പുതുതായി ജോയിൻ ചെയ്ത ബോയിലർ ഓപ്പറേറ്റർ. പട്ടാളത്തിൽ നിന്നും പിരിഞ്ഞ് അങ്കിൾ 3 വർഷം ഗൾഫിലായിരുന്നു. വെള്ളക്കാരുടെ വലിയൊരു റിഫൈനറിയിൽ. വലിയ മീശയും ഊതി നിൽക്കുന്ന കവിളും കനത്ത ചുണ്ടും. അങ്കിളിൻ്റെ പല്ലുകൾക്ക് മഞ്ഞ നിറമാണ്, മോണയ്ക്ക് കറുപ്പ്. പല്ലുകൾക്കിടയിലും കറുപ്പുണ്ട്. എത്ര ഭംഗിയായാണ് അങ്കിൾ ഹിന്ദി ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. പോളിയുടെ അമേരിക്കയിലുള്ള വല്യമ്മച്ചിയുടെ വീട്ടിലാണ് അങ്കിൾ വാടകയ്ക്ക് താമസമായത്, ഒറ്റയ്ക്ക്. ഡാഡിയോടൊപ്പം വീട്ടിൽ ആദ്യമായി വന്ന ദിവസം അങ്കിൾ അവളോട് പേര് ചോദിച്ചു. നിർമ്മല, അവൾ പറഞ്ഞു. ഗുഡ്, വാട്ട്സ് യുവർ സ്റ്റാൻഡേർഡ്? 9th. അങ്കിൾ ഡാഡിയോട് ഇപ്പോഴത്തെ വിദ്യാഭ്യാസത്തെക്കുറിച്ചും രാഷ്ട്രീയത്തെക്കുറിച്ചുമൊക്കെ ആംഗ്യം കാണിച്ച് ആവേശത്തോടെ സംസാരിച്ചു. അങ്കിളിൻ്റെ സ്വരത്തിന് രസമുള്ളൊരു മുരൾച്ചയുണ്ടായിരുന്നു. അന്ന് ഉറങ്ങാൻ കിടന്നപ്പോൾ വിചിത്രമായി ആ മുരൾച്ചയെക്കുറിച്ചായിരുന്നു നിർമ്മല ആലോചിച്ചത്. അതിനോട് എന്തോ ഒരു അടുപ്പമുള്ള മാതിരി അവൾക്ക് തോന്നി. 2-3 ദിവസം കഴിഞ്ഞ് സ്കൂൾ ബസ്സിലിരിക്കുമ്പോഴാണ് അവൾക്കത് മനസ്സിലായത്. അത് ഹൃദയത്തിൽ നിന്ന് വരുന്ന സ്വരമാണ്, ജീവൻ്റെ മുഴക്കം. ഡാഡിയും അങ്കിളും മറ്റു 2 ഫ്രണ്ട്സുമായി വീട്ടിലിരുന്നു കുടിച്ചു ലക്കുകെട്ട ദിവസം. അന്ന് അങ്കിൾ അവൾക്കൊരു പേരിട്ടു, തുമ്പി. തുമ്പി ഉറക്കെ ചിരിച്ചുകൊണ്ട് ചെമന്ന വീർത്ത കണ്ണുകൾ ഉന്തിച്ചുകൊണ്ട് അങ്കിൾ നീട്ടി വിളിച്ചു. എന്നെ അങ്ങനെ വിളിക്കണ്ട, നിർമ്മല പരിഭവിച്ചു. നിർമ്മലയ്ക്ക് തുമ്പിയുടെ മട്ടാണ്, തുമ്പി തന്നെ, കുഞ്ഞു തുമ്പി, കള്ളിത്തുമ്പി. അങ്കിൾ ഉറക്കെ ചിരിച്ചു. മമ്മിയും ഡാഡിയും എല്ലാവരും ഉറക്കെ ചിരിച്ചു. കള്ളിത്തുമ്പി എന്നുള്ള വിളി നിർമ്മലയ്ക്ക് വളരെ അസഹ്യമായി തോന്നി. എങ്കിലും അങ്കിളുടെ ചിരിക്കൊരു രസമുണ്ടായിരുന്നു. ഉറക്കെയാണ് ചിരിക്കുന്നത്, വലിയ വായിലുള്ള ചിരി, വീടാകെ മുഴങ്ങും. ചിരിച്ചുകൊണ്ടാണ് അങ്കിൾ മായാ ഫിലിപ്പിനെ കുറിച്ചും പറഞ്ഞത്. പട്ടാളത്തിലെ നഴ്സ്. അങ്കിളുമായി സ്നേഹത്തിലായി. പാലക്കാട്ടുകാരിയാണ്. സിഖ് ഭീകരന്മാരുടെ ആക്രമണത്തിൽ 4-5 പേരോടൊത്ത് മായാ ഫിലിപ്പ് ചിതറിപ്പോയി. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ, ഇന്ദിരാഗാന്ധിയുടെ വധം, അതൊക്കെ കഴിഞ്ഞ് സ്ഥിതി കുറച്ചൊന്ന് ശാന്തമായെന്ന് കരുതിയ അവസരം പാട്യാല ക്യാമ്പിലേക്ക് സിഖ് ഭീകരന്മാരുടെ റോക്കറ്റ് ആക്രമണം ഉണ്ടായി. മായാ ഫിലിപ്പ് ചിതറിപ്പോയി. അവരെ അങ്കിൾ വിവാഹം കഴിക്കാനിരുന്നതാണ്. ഒരു ഞായറാഴ്ച ഇരുവരും ഔട്ട് പാസ് വാങ്ങി ഗുരുദ്വാറിൽ പോവുകയും പട്ടിൽ പൊതിഞ്ഞ ഗുരു ഗ്രന്ഥ സാഹിബിന് സാക്ഷിയായി മോതിരം മാറുകയും ചെയ്തിരുന്നു. അങ്ങനെയൊക്കെ അങ്കിളിന് തോന്നിയത് കൊണ്ട് അന്നേരം അങ്ങനെയൊക്കെ അങ്ങ് ചെയ്തു. അതോടെ ഇനി ഒരിക്കലും വിവാഹം കഴിക്കില്ലെന്ന് അങ്കിൾ തീരുമാനിച്ചു. മായാ ഫിലിപ്പ് ചിതറിപ്പോയതിൻ്റെ 2ാമത് വാർഷിക ദിനത്തിൽ
മായ ഫിലിപ്പ് ചിതറിപ്പോയതിൻ്റെ രണ്ടാമത് വാർഷിക ദിനത്തിൻ്റെ തലേ ദിവസമായിരുന്നു അങ്കിളിൻ്റെ റെജിമെൻറ്റ് ശ്രീലങ്കയിലേക്ക് മൂവ് ചെയ്തത്. IPKF-ൽ അങ്കിളുടെ റെജിമെൻ്റ് ഉണ്ടായിരുന്നു. എന്തെല്ലാം അനുഭവങ്ങൾ! എത്ര നാൾ മരണത്തെ മുന്നിൽ കണ്ടു. ട്രക്ക് ഡ്രൈവറുടെ കരുതൽ അതുകാരണമാണ് ഒരിക്കലും മരണത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടത്. രാത്രി പട്രോളിങ്ങിന് ഒരു ബൈപ്പാസിലൂടെ അങ്ങോട്ട് പോയപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു. അരമണിക്കൂറിന് ശേഷം തിരിച്ചു വന്നപ്പോൾ റോഡിലെന്തോ ചെറിയ വ്യത്യാസം പോലെ തോന്നി. സാധാരണക്കാർ ശ്രദ്ധിക്കില്ല, എന്നാൽ ഒരു പട്ടാളക്കാരൻ കാണും. ഡ്രൈവർ ട്രക്ക് വെട്ടിച്ചു മാറ്റിയതും മുന്നിൽ തുടരെ റിമോട്ട് മൈനുകൾ പൊട്ടിയതും ഒരുമിച്ച് കഴിഞ്ഞു. കഷ്ടിച്ച് രക്ഷപ്പെട്ടു. പിന്നെ എന്തെല്ലാം അനുഭവങ്ങൾ! ഒളിയാക്രമണങ്ങളിൽ നിന്നുള്ള സമർത്ഥമായ രക്ഷപ്പെടലുകൾ. അങ്കിളിൻ്റെ റെജിമെൻറ്റിൽ അവസാനം വരെ ആർക്കും ഒരു കുഴപ്പവും പറ്റിയിരുന്നില്ല. ആ സന്തോഷം എല്ലാവർക്കും ഉണ്ടായിരുന്നു. കേണലിൻ്റെ പെർമിഷനോടെ റെജിമെൻറ്റിൻ്റെ റിട്ടേണിങ്ങിന് തലേന്ന് ദിവസം എല്ലാവരും ആഘോഷിച്ചു. മദ്യപിച്ച് കുഴഞ്ഞ് തലങ്ങും വിലങ്ങും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി. പാതിരാത്രി ടെൻറ്റുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായി. പുലികളുടെ ആക്രമണം. തൊട്ടടുത്ത ഹോസ്പിറ്റലിന് മുകളിൽ നിന്നുമാണ് ഗ്രനേഡുകൾ പറന്നു വന്നത്. പകുതിയോളം പേർ മരിച്ചു. ശവങ്ങൾ, പൊട്ടിപ്പൊളിഞ്ഞ ശവങ്ങൾ. അതിനിടയിൽ അങ്കിളിൻ്റെ ആത്മസുഹൃത്ത് രാകേഷ് മിശ്രയുടെ ശവവും. അങ്കിളിൻ്റെ കഥ കേൾക്കുമ്പോൾ ശരീരമെല്ലാം ചിലപ്പോൾ തരിച്ചു വരും. ഇടതു കണ്ണിലൂടെ നിറയൊഴിച്ച് ആത്മഹത്യ ചെയ്ത ബൽബീർ സിംഗ്, ലീവിൽ പോയി ശത്രുവിനെ കൊന്നിട്ട് വന്ന ജോഗേന്ദർ സിംഗ്, ആ കേസിന് തെളിവില്ലാതെയായിപ്പോയി. ജോഗേന്ദർ സിംഗിനെ കേണൽ ഓൺ ഡ്യൂട്ടി എഴുതി സംരക്ഷിച്ചു എന്നത്രേ സംസാരം. ജോഗേന്ദർ സിംഗിനെ കേണൽ ഓൺ ഡ്യൂട്ടി എഴുതി സംരക്ഷിച്ചു എന്നത്രേ സംസാരം. സിഖുകാരനൊരു പ്രത്യേകതയുണ്ട്. സ്നേഹിച്ചാൽ ഭ്രാന്തെടുത്ത് സ്നേഹിക്കും, എതിർത്താലോ തലയെടുക്കും. തന്തയ്ക്ക് പിറന്നവന്മാർ അവന്മാർ മാത്രമേ ഉള്ളൂ. മരണത്തെ തരുമ്പും പേടിയില്ല. അമ്മയുടെ മുലപ്പാലിൻ്റെ മഹത്വം അറിയുന്നവർ. ജോ മാംഗാ ദൂത്ത് പിയാ ഹേ വ സാമനെ ആയേ. ജോ മാംഗാ ദൂത്ത് പിയാ ഹേ വ സാമനെ ആ ജായേ. റൈഫിളും ചൂണ്ടിക്കുള്ള പഞ്ചാബിയുടെ അലർച്ച. അമ്മയുടെ മുലപ്പാൽ കുടിച്ചവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അടുത്തു വാ. ആരും പോവില്ല. എല്ലാവർക്കും അറിയാം അതവൻ്റെ അവസാന വാക്കാണെന്ന്. പിന്നെ ആരെങ്കിലും അടുത്താൽ റൈഫിളിലെ എല്ലാ ചുറ്റുകളും അവൻ തീർക്കും. എല്ലാ പഞ്ചാബിയും ഒരേപോലാണ്, നേരുള്ളവർ. അങ്കിളിന് സിഖുകാരോട് വളരെ മതിപ്പാണ്. സിഖുകാർ അങ്കിളിന് ആവേശമാണ്. ആവേശം കൂടിയ പിന്നെ ഹിന്ദി കലർന്ന ഇംഗ്ലീഷേ വരൂ. അങ്കിൾ ഹിന്ദി സാഹിത്യാചാര്യ കഴിഞ്ഞ ആളും കൂടിയാണ്. സെക്കൻഡ് ടൈമിൽ ഹിന്ദിക്ക് മാർക്ക് വളരെ കുറഞ്ഞതുകൊണ്ടാണ് നിർമ്മല അങ്കിളിനടുത്ത് ഹിന്ദി പഠിക്കാനായി പോകാൻ തുടങ്ങിയത്. എല്ലാ ഞായറേയും വൈകിട്ട് 1 മണിക്കൂർ, എല്ലാ ഞായറാഴ്ചയും വൈകിട്ട് 1 മണിക്കൂർ. അങ്ങനെ ഒരു ദിവസം പഠിച്ചുകൊണ്ടിരുന്നപ്പോഴായിരുന്നു അങ്കിൾ മോൾക്ക് പച്ചത്തുമ്പി ആവണമെന്ന് അപ്രതീക്ഷിതമായി ചോദിച്ചത്. അതെങ്ങനെ? പെൺകുട്ടി വിടർന്ന കണ്ണുകളോട് അന്വേഷിച്ചു. അവൾക്ക് തുമ്പികളെ ഇഷ്ടമായിരുന്നു. കണ്ണടച്ച് കവിള് വെറുപ്പിച്ചുകൊണ്ട് അങ്കിൾ അല്പനേരം ഇരുന്നു. എന്നിട്ട് പറഞ്ഞു, മുടി ഇരുവശവും പകത്ത് പിന്നി വെച്ച് പച്ച റിബൺ കെട്ടിയാൽ മോള് പച്ചത്തുമ്പിയാവും. മഞ്ഞയാണേൽ മഞ്ഞത്തുമ്പി. അതിശയിച്ചു പോയ പെൺകുട്ടിയെ അങ്കിൾ അടുത്തു പിടിച്ച് നിർത്തി. അവളുടെ മുടി പകത്ത് ഭംഗിയായി ഒതുക്കി കെട്ടിവെച്ചു. തുമ്പി തന്നെ. അങ്കിൾ അടക്കി പിടിച്ചു. പെട്ടെന്ന് അവളുടെ മുഖം കൈകളെടുത്തുകൊണ്ട് അങ്കിൾ ചോദിച്ചു, മോൾക്ക്
അങ്കിളിന് ഇഷ്ടമാണ്. അങ്കിളുടെ ശബ്ദത്തിന് മുരൾച്ച കൂടിയിരുന്നു. ഒരു സ്വപ്നത്തിലെന്ന പോലെ നിർമ്മല മൂളി. അങ്കിളിൻ്റെ വിറയ്ക്കുന്ന മീശയും ഊതിയ കവിളിൻ്റെ നിറവും അവൾ അടുത്തു കണ്ടു. അങ്കിൾ പെൺകുട്ടിയുടെ കവിളിൽ ഉമ്മ വച്ചു. അവൾ അനങ്ങാതെ നിന്നു. അങ്ങനെയൊക്കെ അങ്കിൾ ചെയ്തേക്കുമെന്ന് അവൾക്ക് തോന്നിയിരുന്നു. അങ്കിൾ അവളുടെ മുഖം നിറയെ ഉമ്മ കൊടുത്തു. നിർമ്മലയ്ക്ക് ആകെ ഒരു വല്ലാതെ രസമാണ് തോന്നിയത്. ചുണ്ടിൽ ഉമ്മ വെച്ചത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അവൾക്ക് തുപ്പണമെന്ന് തോന്നി. അടുത്ത ഞായറാഴ്ച പെൺകുട്ടി വെള്ളമിടിയും മിനുക്ക് ബോർഡറുള്ള പച്ച ബ്ലൗസും ഇട്ട് തലമുടി പകത്ത് രണ്ടാക്കി പിന്നി വെച്ച് പച്ച റിബൺ കിട്ടി. നല്ലൊരു പച്ചത്തുമ്പിയായി, സന്തോഷവതിയായി. എന്നാലും മനസ്സ് കൂടെ കൂടെ എരിഞ്ഞു വരികയും കൂടെ കൂടെ മങ്ങിപ്പോവുകയും ചെയ്തു. അങ്കിൾ അവളെ പൊക്കിയെടുത്ത് മടിയിലിരുത്തി. അവൾക്ക് നല്ല ഭാരമുണ്ടായതിനാൽ അങ്കിൾ ആയാസപ്പെട്ടാണത് ചെയ്തത്. മിടി ചുരുണ്ട് വളരെ ഉയർന്നു പോയിരുന്നു. അവളങ്ങോട്ട് നോക്കിയതേയില്ല. അങ്കിളിൻ്റെ കൈ അവിടെ ഇരുന്ന് വിറയ്ക്കുകയായിരുന്നു. ആകെ ഒരു തളർച്ചയിൽ അവൾ അങ്കിളിൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞിരുന്നു. അങ്കിൾ ബ്ലൗസിൻ്റെ കൊളുത്തുകൾ ഇളക്കിയപ്പോഴും ഷിമ്മി പതുക്കെ വലിച്ചു താഴ്ത്തിയപ്പോഴും അവൾ കണ്ണടച്ച് വീർപ്പുമുട്ടിയിരിക്കുക. അവൾക്ക് തന്നെത്താൻ വിറയ്ക്കുന്നതായും പൊള്ളുന്ന ചൂടിളകുന്നതായും തോന്നി. എരിഞ്ഞു തളരുന്നത് പോലെ. പെട്ടെന്ന് അങ്കിൾ ഒരു ഞെട്ടൽ മാതിരി അവളെ എഴുന്നേൽപ്പിച്ച് നിർത്തി. ധൃതിയിൽ ബ്ലൗസിൻ്റെ കൊളുക്കൾ ഇടിയിച്ചു. കൊച്ചു പൊയ്ക്കോ, വേഗത്തിൽ പറഞ്ഞിട്ട് അയച്ചുകൊണ്ട് അങ്കിൾ മുറിയിൽ നിന്നും പോയി. ആദ്യമായാണ് അങ്കിൾ അവളെ കൊച്ചെന്ന് വിളിച്ചത്. അങ്കിളുടെ ശബ്ദത്തിൻ്റെ മുരൾച്ച നഷ്ടപ്പെടുന്നതും സ്വരമാകെ വരണ്ടു പോയതും അവളെ വിഷമിപ്പിച്ചു. പുസ്തകവും എടുത്തുകൊണ്ട് തകർന്നുപോയ ഒരു സ്വപ്നത്തിലൂടെ നിർമ്മല നടന്നു. അടുത്ത ഞായറാഴ്ച അവിടെ ഒരു നീലത്തുമ്പിയായി. മനസ്സ് മയങ്ങിക്കിടന്നു. അങ്കിളിൻ്റെ വീടിനടുത്തെത്തിയപ്പോഴേ ശരീരം മുഴുവനും വിറച്ചു തുടങ്ങി. നിർമ്മലയെ കണ്ടപ്പോഴേ കത്തുന്ന കണ്ണുകളോട് അങ്കിൾ പറഞ്ഞു, കൊച്ചിൻ്റെ വീട്ടിൽ പോയിക്കോ, എനിക്ക് നല്ല സുഖമില്ല, ഇന്ന് പഠിപ്പിക്കാൻ വയ്യ. അടുത്ത ഞായറാഴ്ച വരാൻ ഒക്കത്തില്ല, സ്കൂളിൽ എക്സ്കർഷനാണ്, പെൺകുട്ടി പറഞ്ഞു. ഒന്ന് മൂളിയിട്ട് മറ്റൊന്നും ചോദിക്കുകയോ പറയുകയോ ചെയ്യാതെ അങ്കിൾ അകത്തേക്ക് പോയി. ബോധമില്ലാത്തതുപോലെ പെൺകുട്ടി വീട്ടിലേക്ക് അടക്കി പിടിച്ചു നടന്നു. വീട്ടിലെത്തിയ അവൾക്ക് ഭയങ്കര മടുപ്പും വേദനയും തോന്നി. കണ്ണ് ചിമ്മാതെ തുറച്ചു നോക്കിക്കൊണ്ട് കണ്ണാടിക്ക് മുന്നിൽ അവൾ വെറുതെ കണ്ണീരൊഴുക്കി. കണ്ണു കരച്ചു, മൂക്കു ചീറ്റി. നിർമ്മല വളരെ ഉറക്കമൊഴിയുകയും അലസമായി കിടന്ന് സ്വപ്നം കാണുകയും ചെയ്തു. ഒരു സ്വപ്നവും അവൾക്ക് തീരെ ഓർക്കാൻ കഴിഞ്ഞില്ല. വെള്ളിയാഴ്ച മുതലായിരുന്നു സ്കൂളിൽ എക്സ്കർഷൻ. 3 ദിവസം. ഞായറാഴ്ച രാത്രിയിലാണ് നിർമ്മല തിരിച്ചെത്തിയത്. അങ്കിളിനായി അവൾ ഒരു ചെറിയ കുപ്പി ചന്ദനത്തേയില വാങ്ങിച്ചിരുന്നു. പക്ഷേ വെള്ളിയാഴ്ച തന്നെ അങ്കിൾ നാട്ടിലേക്ക് പോയത്രേ. മമ്മിയാണ് പറഞ്ഞത്. ജോലി റിസൈൻ ചെയ്ത് അയാൾ നാട്ടിലേക്ക് പോയെന്ന്. മമ്മിയുടെ സ്വരത്തിൽ കടുത്ത അമർഷമുണ്ടായിരുന്നു. നിർമ്മലയുടെ മനസ്സ് കടുത്തു നിന്നു. യാത്രാക്ഷീണം കൊണ്ട് തളർന്നുറങ്ങി അവൾ വിചിത്രമായൊരു സ്വപ്നം കണ്ടു. അതൊരു പെരുമ്പാമ്പിനെ കുറിച്ചായിരുന്നു. വളഞ്ഞു പുളഞ്ഞു കിഴക്കുന്ന വെള്ളപ്പുള്ളികളുള്ള പാമ്പ്. അതിൻ്റെ കണ്ണുകൾ പാമ്പിൻ്റേതല്ലായിരുന്നു. ബാംഗ്ലൂരിലെ ശ്രീഗണേശ ടൂറിസ്റ്റ് ഹോമിൽ വെച്ച് രാത്രി കെട്ടിപ്പിടിച്ച് കിടന്ന 10B-യിലെ ജാൻസി ജേക്കബിനോട് നിർമ്മല അങ്കിളിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അങ്കിൾ ചെയ്തൊക്കെ പറഞ്ഞപ്പോൾ
ജാൻസിയുടെ മുഖം അങ്ങനെ വിറച്ചു വന്നു. ശ്വാസം താഴ്ത്തി മേൽച്ചുണ്ട് ഇറുക്കെ കടിച്ചങ്ങനെ ജാൻസി നിർമ്മലയെ ചുഴിഞ്ഞു നോക്കിക്കൊണ്ടിരുന്നു. ജാൻസിയുടെ വായ്ക്ക് ഒരു ചെറിയ നാറ്റമുണ്ട്. കുഞ്ഞുമോളെ, മമ്മി വിളിക്കുന്നു. നടുങ്ങിപ്പോയ നിർമ്മല പുറം കൈ കൊണ്ട് കണ്ണു തുടച്ചിട്ട് ഇളകിയിരുന്നു. കുഞ്ഞു ചിലന്തി ഇതുവരെയും വലയിട്ട് തീർന്നിട്ടില്ല. ഇപ്പോഴും അതങ്ങനെ ചാടി ചാടി വലയിടുകയാണ്. നിർമ്മല സസൂക്ഷ്മം നോക്കി നിന്നു. കുഞ്ഞു ചിലന്തിയാണെങ്കിലും വലയിടാനുള്ള പ്രാഗൽഭ്യവും വ്യഗ്രതയും വലിയ വല തന്നെ. കുഞ്ഞുമോളെ, ദാ വരുന്നു മമ്മി, അവൾ വിളിച്ചു പറഞ്ഞു. നിർമ്മലയെ മമ്മി എപ്പോഴും കുഞ്ഞുമോളെ എന്നാണ് വിളിക്കുന്നത്. ഡാഡി വിളിക്കുന്നത് നിർമ്മല മോളെന്ന്, അങ്കിൾ തുമ്പിയെന്ന്. രാത്രി കെട്ടിപ്പിടിച്ചുകൊണ്ട് ജാൻസി വിളിച്ചത് ജിബി എന്നും. ആരാണോ ജിബി? ജാൻസിക്ക് വല്ലാത്ത ആയിപ്പുണ്ട്. വേഗം വേഗം ശ്വാസമെടുക്കുകയും നന്നായി ആയിക്കുകയും ചെയ്യുന്ന കുട്ടികൾക്ക് പിന്നീട് കടുത്ത രോഗങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. നിർമ്മല മുടി ചീകാൻ തുടങ്ങി. മമ്മി ഒന്നുകൂടെ വിളിക്കട്ടെ, വിളക്ക് കൊളുത്താനാണ്. എന്നും തിരിയെടുക്കുന്ന മമ്മി, കൊളുത്തുന്നത് നിർമ്മലയും. മമ്മിക്ക് ഡേറ്റ് ആകുമ്പോൾ രണ്ടും ചെയ്യുന്നത് നിർമ്മലയാണ്. ബെറ്റിയും അനുവും മെൻസസ്സായി. എലിമ്പി മീര മെച്ചറായെന്ന് പറഞ്ഞത് ബെറ്റിയാണ്. കണ്ടാൽ തോന്നുകയില്ല. അത് ക്ലാസ്സിലെ ഏറ്റവും ചെറിയ കുട്ടിയാണ്, ഒരു ശുദ്ധഗതിക്കാരി. ബെറ്റി പറയുകയാണ് മുഖം കണ്ടാൽ അവൾക്കത് അറിയാൻ പറ്റുമെന്ന്. നിർമ്മല ഇതുവരെ അങ്ങനെ ആയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ബെറ്റി പറഞ്ഞു, പച്ച നുണ, ബെറ്റിയെ കളിപ്പിക്കാൻ നോക്കേണ്ട മോളെ. മെച്ചറായ പെണ്ണിനൊരു മണമുണ്ട്, അത് നിനക്കുണ്ട്. അതെന്ത് മണം? നിർമ്മല ചോദിച്ചു. പെണ്ണുങ്ങളുടെ മണം. നിർമ്മലയ്ക്കത് മനസ്സിലായില്ല. നിർമ്മല തലമുടി ചീകി പകത്ത് രണ്ടാക്കി മണത്ത് നോക്കി. ചുവന്ന റിബൺ കൊണ്ട് കെട്ടിവെച്ചു. പടിഞ്ഞാറൻ ആകാശത്ത് സന്ധ്യ അധികം തുടുത്തു. പെൺകുട്ടിയുടെ ചുണ്ടിൽ നേർത്ത ഒരു ചിരി പൊട്ടി. അവൾ വലിയൊരു തുമ്പിയായി. കണ്ണടച്ച് മിണ്ടാതിരുന്നു. ചുവപ്പ് രാശിയിൽ പതിഞ്ഞു നിന്ന സാന്ധ്യമേഘങ്ങൾ ഇരുട്ടിലേക്ക് ഒഴുകി വീഴാൻ തുടങ്ങി. കുഞ്ഞുമോളെ, കുഞ്ഞുമോളെ, എടി മോളെ, നീങ്ങി വന്നേ.